നമസ്കാരം. വെൽഫെയർ പാർട്ടിയുടെ നിലനിൽപ്പിനെ കുറിച്ച് നമ്മൾ ആബിദ് അടിവാരത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ വായിച്ചിരുന്നു. ശരിയാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒന്നാണ് ഈ വെൽഫെയർ പാർട്ടി എന്നുള്ള അവസ്ഥയിലാണ്. കാര്യം പാർലമെൻ്ററി കാര്യമായിട്ട് അവർക്ക് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ യാതൊരു പ്രാധാന്യവും അവർക്കില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവരെന്തിന് ഇങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മനസാക്ഷി വോട്ടിൻ്റെ പേര് അങ്ങനെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഇനി കുറച്ച് പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അധികം പിന്നിലൊന്നുമല്ല, ഏകദേശം ഒരു 11 വർഷത്തിന് പിന്നിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 2014 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഇവിടെ കേരളം ഭരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദേശവിരോധികൾ എന്ന്, ഇവിടുത്തെ ഭരണഘടനയെ അംഗീകരിക്കാത്തവരെന്ന് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഇവർക്കെതിരായി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. അതെല്ലാം പിടിച്ചെടുക്കുകയും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം അവർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഇസ്ലാമിക് പബ്ലിക് ഹൗസ് എന്ന് പറയുന്ന പബ്ലിഷ് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഇസ്ലാമിക് പബ്ലിഷ് ഹൗസ്. അത് പ്രസിദ്ധീകരിച്ച 14 പുസ്തകങ്ങളാണ് കണ്ടുകെട്ടിയത്, പിടിച്ചെടുക്കുകയും അത് നിരോധിക്കുകയും ചെയ്തു. ഇത്രയും ക്രൂരത കാണിച്ചവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന UDF. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഇവർക്കെതിരെ സത്യവാങ്മൂലം കൊടുത്തു. എന്താ, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശ താല്പര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് എന്നാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും, അതായത് ഇന്ത്യൻ ഭരണഘടനയെ വിശ്വാസമില്ലാത്ത തരത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം. അതോടൊപ്പം ദേശീയ താല്പര്യത്തിനെതിരെ ചിന്തിക്കാൻ, അതായത് വളർന്നു വരുന്നവരെ അല്ലെങ്കിൽ അതിനുള്ളിൽപ്പെട്ടവരെ ദേശീയ താല്പര്യത്തിന് എതിരായി ചിന്തിക്കാൻ അനുയായികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞവരായിരുന്നു UDF-കാർ. അത് മറന്നിട്ടാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഒരു പിന്തുണയുമായി മുന്നോട്ട് പോകുന്നത്. അപ്പം എന്നിട്ട് ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഈ സത്യവാങ്മൂലം കൊടുത്തത് നമുക്ക് നോക്കി നോക്കണം. അതായത് അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. ആ പൊതു താല്പര്യ ഹർജിക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത ഒരു സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിലാണ് പാടെ ഈ പറയുന്ന സംഘടനയെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്ക് പോലും ആ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്ന ചില കാര്യങ്ങൾ. അതായത് 2014 ജനുവരി മാസം 18-ാം തീയതിയാണ് ഈ രീതിയിൽ കൊടുത്തത്. അപ്പം ഇവരുടെ എന്നിട്ട് ഈ ബാക്കിയുള്ള പുസ്തകങ്ങൾ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ പുസ്തകങ്ങളും ഈ പറയുന്ന ഇസ്ലാമിക് പബ്ലിഷ് ഹൗസ് പ്രസിദ്ധീകരിച്ച 14 പുസ്തകങ്ങളും ബാക്കിയുള്ള പുസ്തകങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സത്യവാങ്മൂലം അവസാനിപ്പിക്കുന്നത്. അതായത് 1950 അത് ഇങ്ങനെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്. അതായത് 1957 പ്രസിദ്ധീകരിച്ച മലയാളത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പരിശോധിച്ചുറപ്പിക്കുമ്പോൾ ദൈവികമല്ലാത്ത ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിന് കീഴിൽ വഹിക്കുന്ന ഏതെങ്കിലും കുഞ്ചിക സ്ഥാനങ്ങളോ, അതായത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളോ, അതിൻ്റെ നിയമനിർമ്മാണ സഭയിലെ അംഗത്വമോ അതിൻ്റെ കോടതി വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം ഉപേക്ഷിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതായി കാണുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലും നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ അവരുടെ ഭരണഘടനാ പ്രകാരം, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പ്രകാരം ഏതെങ്കിലും ദൈവികമല്ലാത്ത സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമാവുകയോ അതിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ പങ്കുചേരുകയോ ചെയ്താൽ ആ ഉപജീവന മാർഗത്തിൽ നിന്നും വേഗം ഒഴിയുക എന്നുള്ളതാണ്. പിന്നെ നിർബന്ധിതമായ അവസ്ഥയിലല്ലാതെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് അനിസ്ലാമിക കോടതികളെ സമീപിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭരണഘടനയിലുള്ള കാര്യങ്ങളാണ്. അതായത് നിർബന്ധിതമായ അവസ്ഥയിലല്ലാതെ കാര്യങ്ങൾ പരിഹരിക്കുന്നത് അനിസ്ലാമിക കോടതിയെ സമീപിക്കരുത്. അതായത് ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയുന്നത്, ഇതെല്ലാം അവർ കോട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഭരണഘടനയിൽ പറയുന്നത് എന്ന് വളരെ വ്യക്തമായി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ സർക്കാർ പറഞ്ഞു. കാര്യം അന്ന് ഇവിടെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതി ഉണ്ടായിരുന്നു. ലീഗ് ഉയർത്തിക്കൊണ്ടിരുന്ന 5-ാം മന്ത്രിവാദം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ താക്കോൽ സ്ഥാനങ്ങൾ അവർക്ക് ലീഗിന് കൊടുക്കുക എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടെ നിന്ന് പിടിച്ചു മാറ്റി രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തു. എന്നിട്ടും വിവാദങ്ങൾ മാറിയില്ല.
അന്ന് മുസ്ലിം ലീഗ് 5-ാം മന്ത്രിവാദം ഉയർത്തിയ സമയത്ത് ഇവിടെ അന്ന് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ 5-ാം മന്ത്രിസ്ഥാനം UDF-ന്റെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാലഘട്ടമുണ്ടെങ്കിൽ അതായിരിക്കും ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന അവസാനത്തെ മന്ത്രിസഭ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ആ ആര്യാടൻ മുഹമ്മദിനെ ഈ പറയുന്ന UDF-ൽ നിന്ന് മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആര്യാടൻ മുഹമ്മദ് UDF-ൽ നിന്ന് മത്സരിച്ചപ്പോൾ ലീഗുകാർക്ക് ഗതികേട് കൊണ്ട് ഇത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു. ഗതികേട് കൊണ്ട് വോട്ട് രേഖപ്പെടുത്തേണ്ടി വരുന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ ആ മുന്നണി ബന്ധത്തിന്റെ ഒരൊറ്റ പിൻബലത്തിന്റെ പുറത്താണ് ഇപ്പോൾ ലീഗുകാർ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഈ ആര്യാടൻ കുടുംബമല്ലേ ഏറ്റവും കൂടുതൽ ലീഗിനെ നോവിച്ചിട്ടുള്ളത്. അത് പൊതുവിൽ അങ്ങനെ തന്നെയാണ്. കാര്യം കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ചതിക്കുന്നത് എന്ന് ഉമ്മൻചാണ്ടിയുടെ ഇത് തന്നെ നമ്മൾ തെളിഞ്ഞതല്ലേ. ഉമ്മൻചാണ്ടി തന്നെ അതിന് മുന്നിൽ നമുക്ക് തെളിവായി നമ്മുടെ മുന്നിലില്ലേ. അദ്ദേഹം എന്തെല്ലാം അനുഭവിച്ചു അദ്ദേഹം അത്രയും കാലഘട്ടങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു 5 വർഷ ഭരണ കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രഷർ അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ടായി. ഈ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം എങ്ങനെയെങ്കിലും 5 വർഷം പൂർത്തിയാക്കി ഇറങ്ങുകയായിരുന്നു. അതിനിടയ്ക്കല്ലേ അദ്ദേഹത്തിൻ്റെ മേലെ കൊണ്ടുവന്ന് സോളാർ വിവാദം കെട്ടിവെച്ചത്. ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട ഏതോ ഒരു CD ഉണ്ടെന്നും പറഞ്ഞിട്ട് കോയമ്പത്തൂർ വരെ അന്വേഷണം നടത്തിപ്പോയില്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്തായിരുന്നു എന്നുള്ളത് ചിന്തിക്കണം. അതായത് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കവും UDF എന്ന് പറയുന്ന മുന്നണി ഒരിക്കലും ചേരാത്ത ഒന്നാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നതല്ലേ. ഇതല്ലേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാം അന്ന് സത്യവാങ്മൂലത്തിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ദേശവിരുദ്ധ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ഏതെങ്കിലും ജോലി നിരസിക്കാൻ ജമാഅത്തെ ഇസ്ലാമി അനുയായികളോട് കർശനമായി നിർദ്ദേശിക്കുന്നുമുണ്ട്. ഇത് ആത്യന്തികമായി ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി ചിന്തിക്കാൻ അനുയായികളെ പ്രേരിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ദേശവിരുദ്ധ ശക്തിയാണ് എന്ന് വിധി എഴുതിയത് ഇതേ UDF തന്നെയാണ്, ഇതേ ഉമ്മൻചാണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിക്ക് കൊടുത്തത്. കൂടാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായും സൂക്ഷ്മമായും നിരീക്ഷിച്ചു വരികയാണെന്നും കൊടുത്തു. അപ്പോൾ എന്ത് രാഷ്ട്രീയ ബോധമാണ് ഈ രീതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ട് ഇങ്ങനെ അവർ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കാമെന്ന് പറയുമ്പോൾ കയറി കൈ കൊടുക്കുന്ന UDF-ന്റെ നിലപാട് എന്താണ് എന്ന് ആലോചിച്ച് നോക്കണം. ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ചിന്തിക്കുമ്പോൾ തങ്ങൾക്കെതിരായി തങ്ങൾ ഭരണഘടനാ വിരുദ്ധരാണെന്നും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന മുസ്ലിങ്ങളാണെന്നും പറഞ്ഞു പരത്തിയ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഇയാളുടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മളും ചിന്തിച്ചു നോക്കിയേ. എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഒരു പാർലമെന്ററി വ്യാമോഹം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഇത് അംഗീകരിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഇവരെ മുന്നോട്ട് നയിക്കുന്ന ചില കാരണങ്ങൾ. അപ്പോൾ എന്താണ്, നടത്തിയ അന്വേഷണങ്ങളിൽ ഇതുവരെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സംഘടനയുടെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ദേശവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് സംഘടനയെ നിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ ബോധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനായിരുന്നു ഇവരുടെ പബ്ലിക്കേഷൻസ് പൂട്ടിക്കുമെന്ന് പറഞ്ഞത്? അല്ലെ, അവരുടെ പുസ്തകങ്ങൾ എന്തുകൊണ്ടാണ് ഇല്ലാതെയാക്കും, കണ്ടുകിട്ടുമെന്നും അത് നിരോധിക്കുമെന്നും പറഞ്ഞ് എന്തിനായിരുന്നു? അപ്പം അതായത് ഇവർ പറയുന്ന ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പം അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഐഡിയൽ ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരാഴ്ച പതിപ്പിൽ കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം 268 പൗരന്മാരുടെ ഇമെയിൽ ID ചോർത്തിയെന്നാരോപിച്ച് 2012 ജനുവരിയിൽ ഒരു കവർ സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പത്രാധിപർ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി ഉമ്മൻചാണ്ടി സർക്കാർ കേസും എടുത്തിരുന്നു. ഈ കേസ് നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടി സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ മാറുന്നത് വരെ ആ കേസ് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇമെയിൽ പാസ്വേഡുകൾ ചോർത്തിയതിൻ്റെ പേരിൽ, ഐഡികൾ ചോർത്തി എന്നുള്ള പേരിൽ. അപ്പം ഈ പറയുന്ന 2011 ശരിക്കും ഈ പറയുന്ന ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന സംഘടന അത്രയ്ക്ക് നിർദോഷമായ സംഘടന ആയിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻകൈയിലാണ് 2011 ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുകയും 2014 ഉമ്മൻചാണ്ടി സർക്കാർ ഇതിനെതിരായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു.
എന്നിട്ട് 2011 വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ദളിത് മുസ്ലിം ഐക്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു പേരിലാണ് അവർ രൂപപ്പെട്ടു വന്നത്. അതിനുശേഷം പിന്നെ എന്താണ് മുസ്ലിം ലീഗിനുള്ള എങ്ങനെയാണ് പറച്ചിലെങ്കിലും ഇത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇത് തന്നെയാണ് അവരുടെ ഒരു പ്രശ്നം. അവർ പറയും ഞങ്ങൾ ദളിത് മുസ്ലിങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. എന്നാൽ അതേസമയം തന്നെ ഇത് ലീഗിന്റെ വോട്ട് ബാങ്കായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് ലീഗ് അവരെ തള്ളി പറഞ്ഞു, അത് വേറൊരു കാര്യം. അപ്പോൾ UDFന്റെ മൊത്തത്തിലുള്ള നിലപാട് ലീഗ് സ്വീകരിക്കുകയായിരുന്നു. അപ്പം ഈ രീതിയിൽ ദേശവിരുദ്ധരാണ് എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ 2014 UDF സർക്കാർ മുദ്രകുത്തപ്പെട്ട ഒരു കക്ഷിയെ അല്ലെങ്കിൽ ആ ഒരു കക്ഷി എന്ത് ലോജിക്കിന്റെ പുറത്താണ് അല്ലെ എന്ത് മനസാക്ഷിയുടെ പുറത്താണ് UDFന് തന്നെ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. 2019 മുതൽ 2016 വരെ തുടർന്നു വന്ന ആ ഒരു 2014 മുതൽ 16 വരെയുള്ള 2 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിലായിരുന്നു സംസ്ഥാന സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ. അതിനുശേഷം 2019 മുതൽ പിന്തുണ പ്രഖ്യാപിച്ചു കൊടുത്തു വെൽഫെയർ പാർട്ടി. അപ്പോൾ അതുവരെ ജമാഅത്ത് ഇസ്ലാമി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുകയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. അത് UDFന്റെ നിലപാട് അതായിരുന്നു. പിന്നെ എങ്ങനെയാണ് 19 ആയപ്പോൾ UDF ഈ നിലപാടിൽ മാറ്റം വരുത്തുന്നത്? അങ്ങനെ ഒരു നിലപാട് അപ്പോൾ ഉമ്മൻചാണ്ടി സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്ന് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ അന്നത്തെ UDF സർക്കാരിന്റെ നിലപാടുകൾ തെറ്റായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പിന്നീട് 19 പുതിയ ആൾക്കാർ UDFന്റെ പുതിയ നേതൃത്വം നിലവിൽ വന്നപ്പോൾ ഈ രീതിയിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു അനുനയം കാണിച്ചു പോരുന്നത്. കാരണം എന്താ, അവിടെ വർഗീയത അല്ലെങ്കിൽ അവർ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ അതേ ആളുകളുടെ നിലപാടിൽ മാറ്റം സംഭവിച്ചു. കാരണം എന്താ, ലീഗിന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് വ്യക്തമായ തിരിച്ചറിവുണ്ടായി UDFന്. ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പരസ്യമായി ഒരു പ്രഖ്യാപനം വന്നപ്പോൾ UDF 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്. അപ്പം മുൻപിലെടുത്ത നിലപാടും പിന്നീട് അങ്ങോട്ട് 2019 മുതലെടുത്ത നിലപാടും രണ്ടും രണ്ടാണെന്ന് തന്നെ വേണം കാണാം. അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതായത് നിലപാടുകളിൽ ഉറച്ചു നിൽക്കാത്ത, വോട്ടിന് വേണ്ടി ആർക്കൊപ്പം വേണേലും കൂട്ടുകൂടാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി, ഒരു മുന്നണിയായി UDF അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.